സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന നാളുകാരായ സ്ത്രീകളെ വിവാഹം കഴിച്ചാല് ഭാഗ്യമാണ്. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വിവാഹം ചെയ്താല് ഭാഗ്യമാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഇത്തരം നക്ഷത്രക്കാർക്ക് പൊതുവായ പല സ്വഭാവങ്ങളുമുണ്ട്. ഇതെല്ലാം ജനനമനുസരിച്ച് ഓരോ നാളുകാർക്കും പ്രത്യേകതകൾ ഉണ്ടാകും. ചില നക്ഷത്രങ്ങൾ സ്ത്രീകൾക്കും ചിലത് പുരുഷന്മാർക്കും നല്ലതുമാകും. ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങളുണ്ട്. ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകും. ഇത്തരം നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇത്തരം നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല സമയം തെളിയും. ജീവിതത്തില് മുഴുവൻ ഐശ്വര്യവും ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ വിവാഹം ചെയ്താല്. ഇപ്പോൾ ചില പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹത്തിന് ശേഷം ചില പുരുഷന്മാര് പുരോഗതിയിലേക്ക് നീങ്ങുന്നതായിട്ടും അവർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതായിട്ടും അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ജീവിത സൗഭാഗ്യങ്ങളൊക്കെ, അതായത് ധനവും ദാരിദ്ര്യവും ഒക്കെ മാറി ധനവരമൊക്കെ സുഗമമായ ധനവരമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിച്ചാല് ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങളെല്ലാം തന്നെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തില് സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഒത്തിണങ്ങിയ സ്ത്രീകളായിരിക്കും പൊതുവെ ഈ നക്ഷത്രക്കാര്. ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവുമാണ് ഫലമായി വരുന്നത്. വിവാഹം കഴിച്ചെത്തുന്ന വീട്ടില് ഇവർ ഭാഗ്യം കൊണ്ടുവരും. പെണ്ണത്തം പൊന്നത്തം എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ ഈ അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം കഴിച്ച് വരുന്ന വീടുകളിലൊക്കെ വളരെയധികം ഐശ്വര്യം പ്രദാനം ചെയ്യുകയും അവരുടെ വീടുകളിലെ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങളെല്ലാം നിന്നെല്ലാം മോചനം ലഭിക്കുകയും അവരുടെ വീടിന്റെ പ്രത്യേക എന്തൊന്നില്ലാത്ത ഒരു ഐശ്വര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങളുടെ വീട്ടിലൊക്കെ അത്തം നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചു വന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം അറിയാൻ കഴിയുന്നതാണ് അവരുടെ പ്രത്യേകത. അവർ വന്നു കയറിയാൽ ആ വീട് ഐശ്വര്യവും സൗഭാഗ്യം കൊണ്ട് നിറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം. അടുത്തത് മകം നക്ഷത്രമാണ്. മകം വിവാഹം കഴിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രമാണ്. സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങിയ സ്ത്രീ നക്ഷത്രമാണ് മകം. ഇവരെ വിവാഹം കഴിക്കുന്നവർക്ക് അവരുടെ വീട്ടിലും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മകം പിറന്ന മങ്ക എന്നാണ് പൊതുവെ പറയുക. ഭർത്താവിന് മാത്രമല്ല ഈ സ്ത്രീകൾക്കും പൊതുവെ സമ്പത്തും ജീവിത സൗകര്യവും ഉണ്ടാകും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. വിവാഹശേഷം ഭർത്താവിന് ഭാഗ്യം നൽകുന്ന മറ്റൊരു പ്രധാന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. വിശ്വസ്തതയുള്ള ഇവർ പങ്കാളിയെ ചതിക്കാത്തവരാണ്. പങ്കാളിക്കൊപ്പം നിൽക്കുന്നവരാണ്. കുടുംബ സ്നേഹമുള്ളവരാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകള്. ഈ നാളുകാരായ സ്ത്രീകൾക്കൊപ്പമുള്ള ജീവിതവും ഐശ്വര്യവും ഭാഗ്യദായകവുമായിരിക്കുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. അടുത്തത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളമായ സ്ത്രീകള് ഭർത്താവിന് ലക്ഷ്മിയാകുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ ഒന്നാണ് മകീരം നക്ഷത്രം. ഭർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന സ്ത്രീകളാണ് ഇവര്. പങ്കാളിക്ക് നല്ല സുഹൃത്തു കൂടിയാണ് ഇവർ. ഈ നാളുകാരായ സ്ത്രീകൾ വിവാഹം കഴിക്കുന്ന അവരുടെ ജീവിതത്തില് ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവാൻ ഇടയാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടയാണ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാര്. ഇവർ ഭർത്തൃ കുടുംബത്തോട് വിശ്വാസ്യത പുലർത്തുന്ന നക്ഷത്രക്കാർ കൂടിയാണ്. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവര് എല്ലാ വിശ്വാസങ്ങളും തങ്ങളുടെ ഭർത്തൃ കുടുംബത്തോടും ഭർത്താവിനോടും ഒക്കെ വിശ്വാസം പുലർത്തി ജീവിക്കുന്നതിനാൽ തന്നെ അവർക്കൊരു പ്രത്യേക ഐശ്വര്യം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. എല്ലാ മേഖലകളിലും ഇവർക്ക് പിന്നീടുള്ള വിവാഹശേഷമുള്ള കുടുംബജീവിതം വളരെയധികം അഭിവൃദ്ധി നിറഞ്ഞതായിരിക്കും.
അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികക്കാർ പൊതുവെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണെന്ന് പറയാം. ഇതുവരെ വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിലും പ്രത്യക്ഷമാവും. ഭർത്താവിനോട് വിശ്വാസ്യത പുലർത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. ഇവരെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഭർത്താവിന് ഭാഗ്യമാകുന്ന അടുത്ത സ്ത്രീ നക്ഷത്രമാണ് രേവതി. ഇവരെ വിവാഹം കഴിച്ചാൽ കഷ്ടകാലം ഒഴിഞ്ഞ് നല്ല കാലം വരുന്നു. സൗന്ദര്യവതികളും ഭക്തരുമായ ഇവർ സ്വന്തം വീട്ടിലും ചെന്നു കയറുന്ന വീട്ടിലും ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളമുള്ള ഒരു നക്ഷത്രമാണ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വന്നു കയറുന്ന വീട്ടിലും സ്വന്തം ഗ്രഹത്തിലും ഇവർ വളരെയധികം ഐശ്വര്യവതികളായ ഒരു നക്ഷത്രക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാര്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.